ഒട്ടകൻ ലീഗ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഓരോ ഫാൻസും ഇത് കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ് കേട്ടോ. എസ്പെഷ്യലി അൽ ഹിലാൽ തന്നെ നിങ്ങൾക്കുള്ള ഒരു മറുപടി തന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ യെസ്, അൽ ഹിലാൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അൽ ഹിലാൽ മാത്രമല്ല, പല സ്ഥലത്തു നിന്ന് വന്നുള്ള ക്ലബ്ബുകളും പറഞ്ഞിട്ടുണ്ട്. അതായത് യൂറോപ്യൻ ടീം മാത്രമല്ല ഫുട്ബോൾ കളിക്കുന്നത്, അവിടെ വേറെ ടീമുകളുണ്ട്. യൂറോപ്യൻ ടീമുകളുമായിട്ട് ഏറ്റുമുട്ടാൻ കേപ്പബിലിറ്റി ഉള്ള ടീമുകൾ ഈ ലോകത്തുണ്ട് എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി അൽ ഹിലാലിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ടീമായിട്ടുള്ള റയൽ മാഡ്രിഡിനെതിരെ അവർക്ക് സമനിലയിൽ പിടിക്കാനായിട്ട് സാധിച്ചു. സത്യത്തിൽ അൽ ഹിലാലിന്റെ സ്ട്രൈക്കർ ഇല്ലാതെയാണ് അവർ കളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ടീമായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയെ അവർ തോൽപ്പിച്ച് റൗണ്ട് ഓഫ് 8 കടന്നു എന്നുള്ളതാണ് അല്ലേ. ഈ ബില്യൻസിനൊന്നും ഒരു വിലയില്ലാത്ത പോലെ ആക്കി കളഞ്ഞല്ലാടെ. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഏറ്റവും ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കൻ ക്ലബ്സ് ആവട്ടെ, ഇപ്പോൾ ഇതുപോലത്തെ ഏഷ്യൻ ക്ലബ്സ് ആവട്ടെ, മറ്റ് ക്ലബ്ബുകളെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല ലീഗിനോടും പല ഇതിനോടും ഒക്കെ ഭയങ്കര പുച്ഛമാണ്. ആ ലീഗിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഈസിയാണ്, ഈ ലീഗിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഈസിയാണ് എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇതുപോലുള്ള കോമ്പറ്റീഷൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്നതെല്ലാം വെറും പറച്ചിൽ മാത്രമാണ്, റിയാലിറ്റിയിൽ അങ്ങനെയല്ല എന്നും കൂടെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നിയെന്നുള്ളതും കൂടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ.